നീയാണെന്റെ ലോകം. രചന ആതിര ആദി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്താ കാശിനാഥ്, നീ എന്നെ മറന്നോ? ഉള്ളേ കിട്ടിയൊന്നും പോരെ നിനക്ക്? നാണില്ലടാ എന്നെ വീണ്ടും വിളിക്കാൻ. ഇനിയും വേണോടാ നിനക്ക്? ഓ കാശി, അതെനിക്ക് മറക്കാൻ പറ്റുമോ? നീ ഒരാൾ കാരണം എൻ്റെ ബിസിനസ് മുഴുവൻ തകർന്നു. എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇത്ര നാൾ ഞാൻ നേടിയെടുത്ത എൻ്റെ എല്ലാം നീ എന്നിൽ നിന്നും തകർത്തെറിഞ്ഞു. അങ്ങനെയുള്ള നിന്നെ ഞാൻ ജീവനോടെ ഇരിക്കാൻ സമ്മതിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ മരണം കാണാതെ ഈ മംഗൾ ബർമ്മ അടങ്ങിയിരിക്കില്ലടാ. ഓ റിയലി? വാവ്. അപ്പൊ നീ എന്നെ കൊല്ലാൻ പോകുന്ന കാര്യം പറയാൻ വിളിച്ചതാണോ? നീ ഒന്ന് കൊന്ന് കാണിക്ക് കാശിനാഥ് ശേഖരനെ. മംഗൾ, ഈ കാശിനാഥ് ശേഖരന്റെ മരണത്തിന് ഭയമില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഈ വെല്ലുവിളിയൊന്നും ഈ കാശിയുടെ രോമത്തിൽ പോലും ഏൽക്കില്ല. നീ അധികം സന്തോഷിക്കണ്ട. നീ മംഗളിനെയാ വെല്ലുവിളിക്കുന്നത്. എനിക്കറിയാം കാശി, നിനക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് നോവില്ലാന്ന്. പക്ഷേ ഈ മംഗളിനറിയാം നിനക്ക് നേരെ എറിയാനുള്ള അസ്ത്രം എന്താണെന്ന്. ഇന്ന് നിന്റെ പ്രാണൻ ഏതിലാണെന്നുള്ള സത്യം. നക്ഷത്ര, ഉഫ്, എന്ത് സുന്ദരിയാണ് അവള്. സോ ഹോട്ട്. അവളെ പോലെ ഒരുത്തിയെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുവാണല്ലേ? കൊള്ളാം. നീ ഒറ്റയ്ക്ക് അവളെ ഭോഗിക്കുകയാണല്ലേ? ഞാൻ അവളെ അങ്ങെടുക്കും. എത്ര നാൾ അവളെ വീട്ടിൽ തന്നെ അടച്ചിടും കാശി? നീ പുറത്തിറങ്ങ്, ഒന്ന് വെളിയിലേക്കൊക്കെ വാടോ ധൈര്യശാലി. സോ വെയിറ്റിംഗ് കാശി. നിന്നെ തകർക്കാനായിട്ടുള്ള കരുക്കൾ തുടങ്ങിയിരിക്കുകയാണ് ഈ മംഗൾ ബർമ്മ. കേട്ടോ കാശിനാഥ് ശേഖർ? നിർത്തോ പന്നിയുടെ മോനെ. എന്റെ നാച്ചുവിനെ പറ്റി നിന്റെ പുളിച്ച നാവിൽ നിന്നൊരു അക്ഷരം വന്നാ നിന്നെ ഞാൻ ജീവനോടെ പാതാളത്തിലേക്ക് താഴ്ത്തും. ഈ കാശി ജീവിച്ചിരിക്കുമ്പോ എന്റെ നാച്ചുവിന്റെ നിഴലിൽ പോലും നിന്നെ സ്പർശിക്കാൻ സമ്മതിക്കില്ല ഞാൻ. ആ കാശി, കാത്തിരിക്കുന്നീ ഈ മംഗൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഇല്ല, എന്റെ നാച്ചുവിനൊന്നും സംഭവിക്കില്ല. അവിടെ രോമത്തിൽ പോലും അവനെ തൊടാൻ ഈ കാശിനാഥ് ജീവനോടുള്ളപ്പോൾ സമ്മതിക്കില്ല. കാശിയുടെ മുഖം ദേഷ്യത്താൽ കത്തി ജ്വലിച്ചു. അപ്പോഴേക്കും വീണ്ടും നക്ഷത്ര റൂമിലേക്ക് കോഫിയുമായി വന്നു. പഴയ പോലെ കാശിയുടെ പുറകിൽ വന്നു. പക്ഷെ ഇപ്രാവശ്യം കെട്ടിപ്പിടിക്കുന്നതിന് പകരം കാശി ഞെട്ടി അവളെ നോക്കിയതും. അയ്യേ കാശി പേടിച്ചില്ലേ? അവൾ അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. മംഗൾ പറഞ്ഞ നക്ഷത്രയുടെ കളിയാക്കലെല്ലാം കൂടെ ആയപ്പോൾ കാശി നക്ഷത്രയുടെ കരണം പൊട്ടിച്ചൊരെണ്ണം കൊടുത്തു. ഇടത് കവിളിൽ കരം ചേർത്ത് നിറകണ്ണാലെ കാശിയെ ഞെട്ടലോടെ നോക്കി. കാരണം അവനിൽ നിന്ന് അങ്ങനെ നീക്കാവളും പ്രതീക്ഷിച്ചിരുന്നില്ല. കാശി, ഒരക്ഷരം മിണ്ടരുത് നീ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എന്താ എപ്പോഴാ ചെയ്യേണ്ടെന്നൊരു ബോധം പോലും ഇല്ല. എപ്പോഴും കുട്ടികളെയും കൊണ്ട് നടക്കുക. കുറച്ച് പക്വതെങ്കിലും കാട്ടിക്കൂടി ഈ പ്രായത്തിനനുസരിച്ച്. ഒരാളുടെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ പറഞ്ഞിട്ട് കയറി വരാനുള്ള കോമൺ സെൻസ് പോലും നിനക്കില്ലേ? ഏത് നേരം ഇങ്ങനെ തുള്ളി കളിച്ച് നടന്നാൽ മതിയല്ലോ. മറ്റുള്ളവരുടെ ടെൻഷനും വിഷമൊന്നും അറിയണ്ടല്ലോ. നിന്നെയൊക്കെ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കി എന്നെ പറഞ്ഞാൽ മതി. ഏത് നേരത്താണോ ഇതിനൊക്കെ കോപ്പ്? കാശി, ഞാൻ നിനക്ക് കോഫി. ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ നീ എന്റെ കൺമുമ്പിന്ന്? അല്ലേ വേണ്ട, ഞാൻ തന്നെ പോവാം. മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നോളും. മംഗളിനോടുള്ള ദേഷ്യം മൊത്തം അവൻ നക്ഷത്രയോട് പറഞ്ഞു തീർത്ത് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദേഷ്യത്തിന്റെ കൺട്രോൾ തന്നെ അവന് നഷ്ടമായിരുന്നു. അവൻ എന്താണ് പറഞ്ഞതെന്ന് അപ്പോൾ അവന് തന്നെ ബോധമില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ഒരു നിമിഷം തറയിലേക്ക് ഇരുന്നു. കാശിയുടെ വാക്കുകൾ ഓരോന്നും മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഞാനെന്തിനാ കാശിയുടെ ലൈഫിലേക്ക് വന്നു? അവൻ എന്തിനാ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ടു? അതിനു മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. പെട്ടെന്ന് അവളുടെ പ്രതീക്ഷായ അവളുടെ മുന്നിൽ വന്ന് നിന്നു. എന്താ നാച്ചു നീ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ നീ തന്നെയാടാ. നിന്റെ കാശി പറഞ്ഞ് ഓർത്ത് സങ്കടപ്പെടുവാണോ? അതെ, നീ എന്തിനാ ചിരിക്കുന്നേ? നിന്റെ അവസ്ഥ കണ്ടിട്ട് തന്നെ എന്തിനാടി നീ കരയുന്നത്? നിനക്ക് നിന്റെ കാശി അറിയാവുന്നല്ലേ? അവന് ദേഷ്യം വന്നാൽ ഇങ്ങനെയാണെന്ന്. അത് മനസ്സിലാക്കിയിട്ട് ഈ വേദന എന്തിനാ? അറിയാം, എന്നാലും എന്നെ സ്നേഹിച്ച് തെറ്റായി പോയി എന്ന് പറഞ്ഞു. ഞാൻ അവനൊരു ശല്യായതുപോലെ. എത്ര തന്നെ ദേഷ്യമാണെങ്കിലും ഇങ്ങനെയൊന്നും എൻ്റെ കാശിനോട് പറഞ്ഞിട്ടില്ലല്ലോ. അതിനർത്ഥം അവനിപ്പം എന്നെ വേണ്ടാന്നല്ലേ? എടി പൊട്ടി പെണ്ണെ, നീ ഇങ്ങനെ തുടങ്ങാതെ. നിന്റെ കാശിക്ക് നിന്റെ ജീവനാ. അവൻ നിന്നെ നിന്റെ വൈഫായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ഭർത്താവിന് ഭാര്യയോടല്ലാണ്ട് വേറെ ആരോട് ദേഷ്യപ്പെടാൻ പറ്റുക? അവൻ നിന്നോട് പറഞ്ഞൊക്കെ വേറെ ആരോടുള്ള ദേഷ്യ.
നിന്നോട് അവന് സ്നേഹം മാത്രമേ ഉള്ളൂ. നീ ഓർക്കുന്നില്ലേ അന്ന് ആദ്യ കിസ്സിങ് ആ പൂളിൽ വെച്ച്? അന്ന് നീ അവനെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ അവന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തേ. സോ അത്രേ ഉള്ളൂ ഇതും. അതൊക്കെ സത്യ. എന്നാലും എനിക്ക് സങ്കടമാവുക അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. എടി, അത് നിനക്ക് അവനുള്ള സ്നേഹം കൂടുതലുണ്ടാ, അതാ. പിന്നെ ഇനിയെങ്കിലും നിനക്ക് അവൻ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞൂടെ? ഐ ലവ് യു എന്നൊരു വാക്ക് കേൾക്കാൻ അവനും കാത്തിരിക്കുക. അച്ഛന് കൊടുത്ത വാക്കായിരുന്നത് നിനക്ക് പേടി. ഇനി പേടിക്കണ്ടല്ലോ, അച്ഛൻ സമ്മതിച്ചില്ലേ? ആ അതെ, അത് നീ പറഞ്ഞ സത്യ. എനിക്കെൻ്റെ കാശി ജീവനാ. ഞാൻ ഇന്ന് പറയും എൻ്റെ പ്രണയൻ്റെ കാശിയോട്. എല്ലാം പറയണേ എനിക്ക് അവനോട്. ഈ നാച്ചുവിന് എത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ കാശിയെന്ന്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും, ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച രഹസ്യങ്ങൾ എൻ്റെ കാശിയോട് എല്ലാം തുറന്നു പറഞ്ഞ് ഷെയർ ചെയ്യണം. ആ ഗുഡ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്ത് കാര്യം? അതില്ലേ എന്ന് പറഞ്ഞതും ഭിത്തിയോട് ചേർന്നിടുന്ന കർട്ടനിൽ കാറ്റടിച്ച് നീങ്ങി. അത് നീങ്ങി നിറങ്ങുന്ന ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് നേരെ നോക്കിയപ്പോൾ അവളുടെ പ്രതിച്ഛായ മാഞ്ഞിരുന്നു. അവൾ ആ കർട്ടന്റെ സമീപം നടന്നു. കർട്ടൻ കുറച്ച് നീക്കി. അവിടെ ഒരു മയിൽപ്പീലി ആകൃതിയിലുള്ള രൂപത്തിൽ കൈയമർത്തിയതും ഒരു നിമിഷം അവൾ പിന്നിലേക്ക് പോയി. അവൾക്ക് മുന്നിലുണ്ടായിരുന്ന ആ ഭിത്തി താനേ നീങ്ങി വന്നു. അതിനുള്ളിലൊരു ഡോറ് കണ്ടവൾ ഞെട്ടി. എൻ്റെ ദൈവമേ, ഞാൻ എന്തീ കാണുന്നത്? കാശിയുടെ റൂമിന് ഇങ്ങനെ റൂമുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൻ എന്തായിരുന്നു എന്നോട് റൂമിനെ പറ്റി പറയാതിരുന്നത്? ഇത് ലോക്കാണല്ലോ. ഇനി എന്തു ചെയ്യും? ലോക്കിട്ട് റൂം വെക്കാൻ മാത്രം ഇങ്ങനെ രഹസ്യമുറിയിൽ എന്തായിരിക്കും ഉള്ളത്? അപ്പോൾ ഈടെയായിട്ട് ഞാൻ കാശി റൂമിൽ കയറുന്ന തന്നെയാണ് കണ്ടത്. എന്നിട്ട് എന്തിനാ അവൻ എന്നോട് കള്ളം പറഞ്ഞ് അവൻ കിച്ചണിലായിരുന്നു എന്ന്? അവൾ പല പേരുകൾ അടിച്ചു നോക്കി. അവളുടെ പേര്, അവൻ്റെ പേരൊക്കെ. എന്നാൽ ലോക്ക് തുറന്നതേയില്ല. അവസാനം അവൾ എന്തോർത്ത പോലെ ആ പേരടിച്ചത് ആ വാതിൽ തുറന്നു വന്നു. ഒന്ന് വാ പൊളിച്ചവൾ ആ റൂമിലേക്ക് കയറി. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റൂം വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പെയിന്റിംഗ് സെറ്റ്സ്, വെള്ളയും സ്വർണ്ണ നിറത്തിലുള്ളതുമായ മുത്തുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആ മുത്തുകൾക്ക് താഴെ നീല കളറിൽ തിളങ്ങുന്ന നക്ഷത്ര ലോക്കറ്റുകളും. ഭിത്തി ഫുൾ ബ്ലാക്കാണ്. ബൾബിട്ടാൽ മാത്രമേ കാണാൻ പറ്റൂ. അവൾ പതിയെ സ്വിച്ച് ഓണാക്കി. തൻ്റെ മുന്നിലെ കാഴ്ച കണ്ട് അവൾ ഒരു നിമിഷം കണ്ണു തള്ളി ഞെട്ടി. അവൾ ചുറ്റിനും നോക്കി. അതുപോലെ നിലത്തേക്കും. അവളുടെ മിഴികൾ നിറഞ്ഞു. അതുപോലെ ഹൃദയമിടിപ്പിൻ്റെ വേഗത പോലും ക്രമാതീതമായി വർദ്ധിച്ചു. അവളുടെ കണ്ണിൻ്റെ കാഴ്ച പോലും മങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. ഇത് എന്താ ഞാൻ ഈ കാണുന്നത്? അപ്പൊ കാശി പറഞ്ഞ് നോ, ഇല്ല, ഇത് സത്യമല്ല, എൻ്റെ തോന്നല ഇതല്ല. അവനെങ്ങനെ? നോ. അവൾ റൂമിൽ നിന്നിറങ്ങി പോകാൻ തുടങ്ങിയതും ഒരു ചെറിയ പെട്ടിയും ഡയറി അവളുടെ കൈകളിലേക്ക് വീണു. അവൾ അത് തുറന്നു നോക്കി. ആ പെട്ടി അപ്പോൾ തന്നെ അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് പതിച്ചിരുന്നു. അവൾ തറയിലേക്ക് ഇരുന്നു പോയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ണു നിറയുന്നതിനോടൊപ്പം അവളുടെ ചുണ്ടുകൾ ചിരി പടർന്നുകൊണ്ടേയിരുന്നു. കാശി, കാശി, ഐ ലവ് യുടാ. നിറകണ്ണാലയും പുഞ്ചിരിയാലയും അവൾ സ്വയം പറഞ്ഞു. അത്രയും സമയം ടെൻഷൻ കാരണം ഒന്ന് ചെറുതായി മയക്കത്തിലായിരുന്ന കാശി എന്തോർത്ത് ചാടി ഞെട്ടി എണീറ്റു. ഓ ഗോഡ്, ഞാൻ എന്തൊക്കെ എൻ്റെ നാച്ചിനോട് വിളിച്ചു പറഞ്ഞു. സ്വയം തലക്ക് കൈവച്ച് കാശി പറഞ്ഞു. എൻ്റെ നാച്ചുവിന് സങ്കടമായി കാണുമല്ലോ. ആ മംഗളിനോടുള്ള ദേഷ്യം ഞാൻ എൻ്റെ കൊച്ചിനോടാണല്ലോ തീർത്ത്. ഞാൻ കാരണം എൻ്റെ നാച്ചിന്ന് ഒത്തിരി വേദനിച്ചു. എല്ലാ വിഷമവും എനിക്ക് മാറ്റണം. 6 മിസ്ഡ് കോളോ നാച്ചുവിൻ്റെ? അവൻ അവളെ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയതും അവളുടെ കോള് വീണ്ടും വന്നു. അവൻ ചാടിക്കേറി കോൾ അറ്റൻഡ് ചെയ്തു. അതേസമയം ശിവ ഒരിടത്ത് ഫോണിൽ സംസാരിക്കുന്നു. വാട്ട്? എന്താ പറഞ്ഞ്? അതെങ്ങനെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ ഊഹം സത്യമായിരുന്നോ? താങ്ക്സ് സുമതിയമ്മ, താങ്ക് യു സോ മച്ച്. നന്ദിയൊന്നും വേണ്ട ഈ അമ്മയ്ക്ക്. മോൻ സന്തോഷമായിട്ടിരിക്കണം. അതാ അമ്മയുടെ ഈ ആഗ്രഹം. മോൻ പറഞ്ഞ പോലെ അന്വേഷിച്ച് പറഞ്ഞതാ. പക്ഷേ ഈ വിവരം മോന് മാത്രമേ അറിയൂ. ആമാ, എന്നാൽ ശരി. എനിക്കിത് കാശിയോടും പാറുവിനോടും പറയണം. ആണോ? എന്നാൽ ശരി മോനെ. നിറഞ്ഞ സന്തോഷത്തോടെയും നിറഞ്ഞു കലങ്ങിയ കണ്ണീരോടെയും സുമതിയമ്മ പറഞ്ഞ ആ വാക്കുകൾ ശിവയുടെ കാതിലേക്ക് വീണ്ടും വീണ്ടും മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. ഹലോ കാശി, നീ എവിടെയാ? എന്ന് നീ ഫോൺ എടുക്കാണ്ടിരുന്ന്? എന്നോട് ദേഷ്യമാണോ? നീ എന്നോട് മിണ്ടില്ലേ? സോറിടാ, എനിക്ക് നിന്നോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. എന്നെ നാച്ചു, സ്റ്റോപ്പ്. ഞാനൊന്ന് പറയട്ടെടി. ഞാനൊന്ന് മയങ്ങിപ്പോയതായിരുന്നു. അതാ കോൾ എടുക്കാണ്ടിരുന്നു. സോറി ഡിയർ. ഞാൻ രാവിലെ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു, തല്ലി. ദേഷ്യം വന്നപ്പോൾ കൺട്രോൾ പോയതായിരുന്നടി. സോറി, റിയലി സോറി. അത് സാരല്ല കാശി, നിനക്ക് അതിനുള്ള അവകാശമുണ്ട്. കാശി, എനിക്ക് നിന്നോട് ഒത്തിരി പറയാനുണ്ടടാ, ഒത്തിരി സംസാരിക്കാനുണ്ടടാ. ആ നാച്ചു, സംസാരിക്കാൻ. നീ എന്താ നാച്ചു ഇത്ര സന്തോഷത്തിൽ? എന്തു പറ്റി? ഞാനിപ്പോൾ തന്നെ വരാം അങ്ങോട്ട്. നോ, വേണ്ട കാശി. ഞാൻ വരുവാ നിന്നെ കാണാൻ. ഞാൻ നിൻ്റെ ഓഫീസിൻ്റെ അവിടെ എത്താറായടാ. ഇപ്പം നിൻ്റെ ഓഫീസിൻ്റെ നേരെ എതിർവശത്താണെന്ന് ആ ബസ് സ്റ്റോപ്പിൻ്റെ റോഡ് മുറിച്ചെടുക്കാൻ തുടങ്ങുക. വാട്ട്? നീ എന്താ നാച്ചു പറയുന്നേ? നീ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയോ? നാച്ചു, ഇങ്ങോട്ട് വരണ്ട, റിസ്ക്കാ. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം.
ഇല്ല കാശി, ഞാൻ വരുക. എനിക്ക് നിന്നെ കാണണടാ, എനിക്ക് നിന്നോട് ഒത്തിരി. പെട്ടെന്ന് അവൾക്ക് മുമ്പിലേക്ക് ഒരു വാൻ വന്ന് നിന്നു. കാശി, എന്നെ ആരും വിട്, പ്ലീസ് വിട്. കാശി, എന്നെ ഇവര് കൊണ്ടുപോവാ. നിങ്ങൾ ആരാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? കാശി. ഫോണിലൂടെ നക്ഷത്രയുടെ ശബ്ദം കേട്ട കാശി ഞെട്ടി കസേരയിൽ നിന്ന് ചാടി എണീറ്റു. നാച്ചു, നക്ഷത്ര എന്തു പറ്റി? നാച്ചു, ഹലോ കാശി, ഹെൽപ് മീ. അവളുടെ ശബ്ദം കേൾക്കുന്നില്ല. അവന്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടിയ പോലെ. അവൻ ഓഫീസ് ക്യാബിനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടി. ഓഫീസിലുണ്ടായിരുന്നവരെല്ലാവരും കാശിയുടെ ഓട്ടം കണ്ട് കാര്യമറിയാതെ ഒരു നിമിഷം പകച്ച് നോക്കി നിന്ന് പോയി. ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടി അവൻ റോഡരികിലെത്തി. ചുറ്റും നോക്കി. അവിടെ നിന്നൊന്ന് കിതച്ചു. ആ നീലമിഴികൾ ചുറ്റിനും ആ ഒരുവളെ തിരഞ്ഞു. അവൻ അലറി വിളിച്ചു. അവൻ അവിടെ നിൽക്കുന്ന പലരോടും ഭയത്തോടെ ചോദിച്ചു അവളെ കണ്ടോ എന്ന്. എന്നാൽ അവരാരും ഒരു മറുപടിയും പറഞ്ഞില്ല. ആർക്കും അവളെക്കുറിച്ച് യാതൊരു വിവരവും അറിയില്ലായിരുന്നു. പെട്ടെന്നാണ് ശിവയുടെ കോൾ അവനെ തേടി വന്ന്. ഹലോ ഹലോ ശിവ. എടാ ചങ്കെ, നീ എവിടെയാടാ? പാറുന്തോ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിക്കുന്നത്? എനിക്ക് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ടാ. എൻ്റെ പാറൂട്ടിയില്ലേ? ശിവയുടെ എല്ലാ ചോദ്യത്തിനും ഒരു മറുപടി എന്നോണം അവനൊരു കരച്ചിലായിരുന്നു. എന്നാൽ പെട്ടെന്നുള്ള കാശിയുടെ ഇടറിയ സ്വരം കേൾക്കെ മറുവശത്തിരുന്ന ശിവ ഞെട്ടിപ്പോയി. എടാ കാശി, എന്താടാ? എന്തിനാ നീ കരയുന്നത്? എന്താടാ കോപ്പേ, എന്താണ് കാര്യം? ശിവ, അവളെ ആരെ കൊണ്ടുപോയടാ. എടാ നീ എന്തീ പറയുന്നത്? ആരുടെ കാര്യ? ആരെ കൊണ്ടുപോയിന്ന്? എങ്ങോട്ട്? എടാ പാറുയുടെ, അവളോട് എനിക്ക് സംസാരിക്കണം. അവൾ വീട്ടിലില്ലേ? ശിവ, എന്നെ നാശുവിനാരോ കിഡ്നാപ്പ് ചെയ്തടാ. നക്ഷത്ര, അവളെ രക്ഷിക്കണം. ആരാണെന്ന് അറിയില്ലടാ. എന്നോട് കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരോ അവളെ കിഡ്നാപ്പ് ചെയ്തു. ആ പൊന്ന പൊലയാടിമോ മംഗൾവർമ്മയാണെന്നാ തോന്നുന്നു. എനിക്ക് എൻ്റെ നാച്ചുവിനെ രക്ഷിക്കണടാ. എനിക്ക് അവളില്ലാതെ പറ്റില്ലടാ. എൻ്റെ പെണ്ണിനെ എനിക്ക് വേണ്ടടാ ശിവ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പറ്റില്ലടാ. ഞാൻ മരിച്ചു പോകും. എനിക്ക് ഭ്രാന്ത് പിടിക്കടാ. കാശിയുടെ ആ വാക്കുകളിൽ ശിവക്ക് ഒരു നിമിഷം കൊണ്ട് എല്ലാം ബോധ്യമായി. പാറുവിനെ ആരോ പൊക്കിയിരിക്കുന്നു. അവൻ ഞെട്ടലോട് ആ സത്യം മനസ്സിലാക്കി. എന്നാൽ തിരിച്ചൊരു മറുചോദ്യം ചോദിക്കാനുള്ള സമയം ഇതല്ലെന്ന് മനസ്സിലാക്കി ശിവ അവനോടായി ചോദിച്ചു. ഞാൻ വരുവാടാ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എൻ്റെ പെങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇല്ലടാ, ശരിയാ, അവൾക്കൊന്നും പറ്റൂല. നീ ധൈര്യമായിട്ടിരിക്കുക. ഈ കാശി ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ നാച്ചൂനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി ആരെ കൊല്ലേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കും. ഡാ, നീ ചെല്ല്, അന്വേഷിക്കുക, വേഗം, ഞാനും എത്താം എന്ന് ശിവ പറഞ്ഞ് പൂർത്തിയാക്കുന്ന കൂടെ കേൾക്കാൻ നിൽക്കാണ്ട് ഫോൺ കട്ട് ചെയ്താൽ വീണ്ടും ഓരോരുത്തരെ അവളെപ്പറ്റി അന്വേഷിച്ചു. എല്ലാവരും പറഞ്ഞത് അവളെ കണ്ടില്ലെന്നൊരു മറുപടി മാത്രം. അവൻ ഇരുകൈകൾ കൊണ്ട് മുഖം പൊത്തി പിടിച്ചുകൊണ്ട് ആ റോഡിൽ മുട്ടുകുത്തിയിരുന്നു. മംഗൾവർമ്മ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എന്റെ നാച്ചൂന് എന്തെങ്കിലും സംഭവിച്ചാ? കത്തി ജ്വലിക്കുന്ന കണ്ണാൽ എണീറ്റവൻ പോവാൻ തുടങ്ങിയതും മോനെ. വളരെ പ്രായം ചെന്നൊരു വൃദ്ധൻ അവനരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. മോനെ, ഞാൻ കണ്ടിരുന്നു. ഒരു കുട്ടീനെ വാനിൽ കയറ്റി കുറച്ചു പേര് തട്ടിക്കൊണ്ടു പോകുന്നു. എൻ്റെ മുന്നിൽ വെച്ചാ അവരാ മോളെ കൊണ്ടുപോയി. ഈ വൃദ്ധനാവതുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചേനെ. അവൻ ഞെട്ടിത്തിരിഞ്ഞ അയാൾ ഒരു നിമിഷം നോക്കി. എന്താ നിങ്ങൾ പറഞ്ഞ്? ശരിക്കും നിങ്ങൾ കണ്ടോ? എൻ്റെ നാച്ചു ഇവളെ തന്നെയാണെങ്കിൽ നിങ്ങൾ കണ്ട്? അവൻ അവൻ്റെ ഫോണിലെ ഗാലറി തുറന്ന് ആ വൃദ്ധൻ അവളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതെ, ഈ കുട്ടി തന്നെയാ. ഇത് മോൻ്റെ ആരാ? ഇതെൻ്റെ ഭാര്യ നക്ഷത്ര. ആണോ? ഈ കുട്ടീനെ തന്നെയാ ഒരു കൂട്ടം തെമ്മാടികൾ പിടിച്ചു വലിച്ചു വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന ഞാൻ കണ്ടത്. മോൻ പറഞ്ഞ പോലെ നീല കളറ് ചുരിദാറിട്ട് നീല മൂക്കുത്തിയൊക്കെ ഇട്ടുള്ള കുഞ്ഞ്, ഈ കുഞ്ഞ് തന്നെയാ അത്. എന്നെ മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷിച്ചതായി മോള്. അല്ലെങ്കിൽ ഈ വൃദ്ധം വല്ലതും വണ്ടിയുടെ അടിയിൽ കിടന്നേനെ. ഈ മോളെ മരിച്ചാലും ഞാൻ മറക്കില്ല. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കണം. അങ്കിളിനറിയോ അതാരാണെന്ന്? ആരെൻ്റെ നാച്ചുരെ തട്ടിക്കൊണ്ടുപോയെന്ന്? ആ മോനെ, അതാ ശരവണനും കൊട്ടേഷൻ ടീമുവാ. അവൻ്റെ ഗുണ്ടായുസൊക്കെ നിന്നതായിരുന്നു. അവൻ്റെ ഗുണ്ടാ തലവൻ എന്തൊക്കെയോ കേസിൽ ജയിലിൽ പോയപ്പോൾ. എന്നാൽ ആ ദുഷ്ടൻ ജയിലിയാടി എന്നൊക്കെയുള്ള വിവരം കിട്ടി. അവൻ്റെ കൂടെയുള്ളതാ ഈ ശരവണനും സംഘവും. അവനാ ഈ മോളെ തട്ടിക്കൊണ്ടുപോയത്. മോനെ എത്രയും പെട്ടെന്ന് മോൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ നോക്ക്. അല്ലെങ്കിൽ അവരാ കുഞ്ഞിനെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കാമഭ്രാന്തന്മാരാ അവര്. നോ, ഇല്ല, എൻ്റെ നാച്ചുനൊന്നും പറ്റില്ല. എൻ്റെ നാച്ചുനൊന്നുമില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരുത്തം പോലും അവളെ തൊടില്ല. അങ്കിൾ, അവരെങ്ങോട്ട് എൻ്റെ നാച്ചുനെ കൊണ്ടുപോയെന്ന് അങ്കിൾ അറിയോ? ആ, അറിയാം മോനെ. MC കമ്പനിയില്ലേ, അവരുടെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഒരു ഗോഡൗണ്.
അവിടെ അവരുടെ താവളെന്ന് കേട്ടത്. മോ വേഗം ചെന്ന് ആ കുട്ടീനെ രക്ഷിക്കാൻ നോക്ക്. താങ്ക് യു സോ മച്ച് അങ്കിൾ. അതും പറഞ്ഞുകൊണ്ട് അവൻ കാർ എടുക്കാനായി ഡോർ തുറന്നു. അവന് നേരെ എരിയുന്ന കണ്ണാലെ മുന്നിൽ നിൽക്കുന്ന മുരളി. നീ എൻ്റെ മോളെ എന്ത് ചെയ്തടാ? അങ്കിൾ, നിങ്ങളിവിടെ? മിണ്ടരുത്. എന്റെ വാവേനെ നിന്നെ ഏൽപ്പിച്ചു പോന്ന് ആ ഷക്കീമിനെ പേടിച്ചിട്ടായിരുന്നു. നീ ഉള്ളപ്പോൾ അവൾ ആരും തൊടില്ലെന്ന് എന്റെ വാവേനോട് പറഞ്ഞുകൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ നീ ഉണ്ടായിട്ട് എന്റെ മോളുടെ ജീവന് അപകടത്തിലാ. എന്റെ മോളെ എനിക്ക് തിരികെ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വെക്കില്ല, കൊല്ലും ഞാൻ. അങ്കിൾ പ്ലീസ്, എന്നെ പോവാൻ അനുവദിക്ക്. എനിക്ക് അവൾ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ഈ കാശിനാഥ് ജീവിച്ചിരിക്കുമ്പോ എന്റെ നാച്ചുവിന് ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്കൊരു പോറലെങ്കിലും വന്നാ ഈ കാശി എന്റെ നാച്ചുവിന്റെ കൂടെ ഉണ്ടാവില്ല. നക്ഷത്രം നിങ്ങളുടെ മോളായിരിക്കും, എന്നാൽ എന്റെ നാച്ചു ഈ കാശിയുടെ പ്രാണനാ. ഈ കാശിയുടെ ഓരോ ശ്വാസത്തിലും എന്റെ പെണ്ണ് മാത്രമാ. നിങ്ങൾ പേടിക്കണ്ട, എന്റെ പെണ്ണിനെ രക്ഷിക്കാൻ എനിക്കറിയാം. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവളെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞവൻ അയാളെ പിടിച്ച് സൈഡിലേക്ക് തള്ളി കാറെടുത്ത് ചീറിപ്പാഞ്ഞ് ഗോഡൌണിലേക്ക് വിട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.